ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. ഇന്ന് ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള ഒരു മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബോട്ടിലിന് ഒരു ബേസ് കോട്ടൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിൽ ഞാൻ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂയിലേക്ക് കുറച്ചൊരു ബ്ലാക്കും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കുറച്ചൊരു ഡാർക്ക് കളറാക്കി എന്നിട്ട് ഞാൻ 2 കോട്ട് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഒരു സ്കെയിലും ഒരു പെൻസിലും. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു ലൈന്, പിന്നെ അതിന് സൈഡായിട്ടുള്ള അങ്ങനെ സ്നോഫ്ലേക്സ് ആണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഒരുപാട് ശക്തിയിൽ വരയ്ക്കേണ്ട, അതുപോലെ നല്ല ഡാർക്കായിട്ടൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ലൈനൊന്നും അവിടെ കാണുന്നവരെ ഒന്ന് സിമ്പിളായിട്ടൊന്നും ഇങ്ങനെ വരച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രേസ് ചെയ്തിട്ട് വരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു പെൻസിൽ കൊണ്ട് തന്നെ ഒന്ന് ഏകദേശം ഒന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ഈ ഒരു വരച്ചിട്ടുള്ള ആ ഒരു ഡിസൈനിലൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിൻറ്റഡ് ബ്രഷ് എടുക്കാൻ നോക്കുക. സ്നോഫ്ലേക്സിൻ്റെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളിവിടെ ബോട്ടിൽ ഏകദേശം ആ ഒരു സ്നോഫ്ലേക്സ് ഒക്കെ വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബോട്ടിൽ നല്ലൊരു ബ്ലൂ കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വൈറ്റും കൂടി വന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ഈ ഒരു ടൈപ്പ് സ്നോഫ്ലേക്സ് ബോട്ടിൽ ഇങ്ങനെ ഒന്ന് മാത്രമാണ് വരയ്ക്കുന്നത്. കുറച്ചൊരു വലിയ ടൈപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ ആ ഒരു ബാക്ക് സൈഡിലൊക്കെ ചെറിയൊരു ടൈപ്പ് സ്നോഫ്ലേക്സ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ നമ്മൾ പെൻസിലുകൊണ്ടൊന്നിങ്ങനെ വരച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനൊരു ഇങ്ങനെ പ്ലസ് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നോഫ്ലേക്സിൻ്റെ ഡിസൈനാണ്. നമുക്ക് ബോട്ടിലൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നൊരു ഡിസൈനാണ്. ഭയങ്കര സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു പ്ലസ് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ അതിനെ ആ പ്ലസിൻ്റെ ഒരു നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റു പോലെ വരയ്ക്കുക. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയായിട്ട് കിട്ടും. നമുക്ക് ശരിക്കും ഒരു പ്ലെയിൻ ബോട്ടിൽ ഇങ്ങനെയുള്ളൊരു ഡിസൈൻ മാത്രമാണെങ്കിൽ തന്നെ നല്ല രസം ഉണ്ടാവും കാണാൻ. ഞാൻ ആദ്യം ഈ ഒരു ടൈപ്പ് ഡിസൈൻ മാത്രം വരച്ചിട്ട് ബോട്ടിൽ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര സിമ്പിളായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു വലിയൊരു സ്നോഫ്ലേക്സിൻ്റെ ഡിസൈനും കൂടെ ഒന്നിങ്ങനെ വരച്ച് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ആ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം നല്ലൊരു ഡിസൈനായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്ത്, കാരണം ഒരുപാട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം അത് തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു വലിയൊരു ഭംഗി കിട്ടിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു താഴെ ഭാഗം ഇങ്ങനെ പെൻസിലുകൊണ്ട് ഇങ്ങനെ വേവ്സ് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് വരച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യോ അല്ലെങ്കിൽ ബ്രഷോ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വേവ്സിനെ പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോട്ടിലിൻ്റെ ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് തേങ്ങാപ്പീരയാണ്. നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് അവസാനം വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഈ ഒരു ബോട്ടിലിൽ സ്നോവിന് പകരം ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു തേങ്ങാപ്പീര കറക്റ്റ് ആ ഒരു സ്നോവിനെ പോലെ തന്നെ തോന്നിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം ഇങ്ങനെ വെയിൽ ഒളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ ഒരു പരന്ന ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഒക്കെ ഒറ്റൊരു ദിവസം തന്നെ ഉണക്കിയെടുത്താൽ തന്നെ നല്ലൊരു കളറിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു മറ്റേ സൈഡിലും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ഭാഗം കൂടെ ഒന്നിങ്ങനെ തേങ്ങാപ്പീര ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ തേങ്ങാപ്പീര ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ആ ഉടനെ തന്നെ ഇങ്ങനെ കൈകൊണ്ട് അതിങ്ങനെ തൊട്ട് നോക്കരുത്. അപ്പോൾ അത് ഇളകി പോവും. കാരണം അത് നന്നായിട്ടൊന്ന് സ്റ്റിക്കായി കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു താഴെ ഭാഗം ഇങ്ങനെ ഇറഗുലറായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു സൈഡിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു തേങ്ങാപ്പീര ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഇപ്പം നമ്മൾ ആ ഒരു തേങ്ങാപ്പീര ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സ്നോൻ്റെ ആ ഒരു ബോട്ടിൽ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഈ ഒരു തേങ്ങാപ്പീരേണ്ടത് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ സ്നോ ഇങ്ങനെ നല്ല തിക്കായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഒരു കോട്ടും കൂടെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് തേങ്ങാപ്പീരൊന്ന് ഇട്ട് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഞാനിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടി നോക്കിയിട്ടൊന്നും അത് ഇളകി പോകുന്നൊന്നുമില്ല. എന്നിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്നോവിൻ്റെ മേലെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്നങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൂടി ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു പ്രത്യേക കളർ ബോട്ടിലും പിന്നെ ആ ഒരു വൈറ്റ് ഇങ്ങനെ ആ ഒരു സ്നോയും കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ഒരു സ്നോയ്ക്ക് പകരം നമ്മൾ ആ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തെർമോക്കോൾ വേണമെങ്കിൽ പൊടിച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോൾട്ട് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ആ ഒരു ബോട്ടിലൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ഭംഗി കുറവ് പോലെ തോന്നാം. ഒരു നെക്കിൻ്റെ ആ ഒരു സൈഡിൽ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ കുറേ ഭാഗം ഒഴിഞ്ഞിരിക്കുന്ന പോലെ തോന്നാം. അപ്പം ഞാനിങ്ങനെ ഒരു ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിങ്ങനെ ഈ ഒരു ബോട്ടിലൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബോയിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു ബോട്ടിലിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ വൈറ്റ് പെയിൻറ്റൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മക്കൾ വന്നിട്ട് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ റെഡ്, ഗ്രീൻ ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മാസൺ ജാറിൻ്റെ ഒരു സ്നോയുടെ ഒരു ബോട്ടിലാണിത്. ഈ ഒരു ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഞാനപ്പോൾ എൻ സ്ക്രീൻ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഹെവി ആയിട്ടല്ല, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തോന്നുക ഒരുപാട് അങ്ങ് സിമ്പിളായി പോയോന്ന്. അപ്പോൾ എന്തൊക്കെ അഭിപ്രായം എന്നൊക്കെ ഉള്ളത് എല്ലാവരും ഒന്ന് അറിയിക്കാം. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് കുമ്പളങ്ങിയുള്ള 5th പഠിക്കുന്ന അൻസന മേരിയാണ്. നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു എഗ്ഷെല്ലിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്തതായി അൻഹ അയച്ചെന്നത് നമ്മളൊരു 5 മിനിറ്റിൻ്റെ കൊണ്ട് ഒരു സിമ്പിളായിട്ട് കവറിലൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ഇട്ടിട്ടുള്ള ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. നല്ലൊരു മോഡേൺ ആർട്ട് പോലെ തന്നെ ഉണ്ട്. അടുത്തതായി അൻസലിന് അയച്ചു തന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായി നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മെർലിൻ അയച്ചു തന്നതാണ്. നമ്മൾ ആ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായി ഫാത്തിമ അയച്ചു തന്നത് നമ്മൾ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബോട്ടിലൊരു ഫെദേഴ്സ് ഡിസൈൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി പാർവതി രാജു അയച്ചു തന്നത് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് അയച്ചു തന്നത്. അടുത്തതായി ചേർത്തലയുള്ള രേഷ്മ സുകുമാരൻ അയച്ചു തന്നത് നമ്മൾ മുളകിൻ്റെ തണ്ടും ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടൊരു ഫ്ലവർ ബഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടാണ് അയച്ചു തന്നത്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി അർജുനായജെ അയച്ചു തന്നത് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് ആയിഷ ഹുദയാണ്. നമ്മൾ ആ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി കൊടുങ്ങല്ലൂരുള്ള 9th പഠിക്കുന്ന ഫർഹ അയച്ചു തന്നത് നമ്മൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടൊരു ഡെക്കറേറ്റീവ് വോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അതുപോലെ നമ്മൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടൊരു സക്കുലൻ പ്ലാന്റ് ഇങ്ങനെ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി മീനൂട്ടി അയച്ചു തന്നത് നമ്മൾ ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷെമീറ, നിയ, മിൻഹ, അപർണ, അൻസർ, ഫാത്തിമ റിഫ, ഷിബു ചാക്കി, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ ആണ്. ടൈം 4:30 ആണ്. മൺഡേ ഞാൻ പറ്റുന്ന സമയത്ത് മാത്രം ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.